ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വരുന്ന 4-ാം തീയതി PSCയുടെ ഫയർമാൻ ഫയർ മൂവ്മെൻ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഒരു 20 ചോദ്യങ്ങളെ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇത് ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ടക്കേന്ന് പഠിച്ചു പോകണം, ക്ലാസ് തന്നെ പഠിച്ചു പോകണം. പിന്നീട് ഇത് എഴുതിയെടുത്തിട്ട് പിന്നീട് പഠിക്കാമെന്നുള്ളൊരു ലെവലിലേക്ക് പോകരുത്, ഇപ്പം തന്നെ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരം കളയാണ്ട് വേഗം ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുറത്തിറങ്ങിയ പുതിയ മലയാളം ഫോണ്ട് ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തിറങ്ങിയ പുതിയ മലയാളം ഫോണ്ട് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഉത്തരം തസ്രാക്ക്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഫിൻലൻഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഫിൻലൻഡ് ആണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാടാ? 116 അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ് 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിന് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടൻ, നടി എന്നിവരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടൻ, നടി എന്നിവരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? മൈക്കൽ ബി ജോർദാൻ. മികച്ച നടി ആരാണ് മക്കളെ? ജെസി ബക്ലിയാണ് മികച്ച നടി. അടുത്ത ചോദ്യം, സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ആരാണ്? TV ചന്ദ്രനാണ് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം ലഭിച്ച വ്യക്തി. ഓക്കെ അല്ലേ? രാജസ്ഥാനിലെ പ്രശസ്തമായ മൗണ്ട് അബുവിന്റെ പുതിയ പേര് എന്താണ്? രാജസ്ഥാനിലെ പ്രശസ്തമായ മൗണ്ട് അബുവിന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം അബുരാജ്. അടുത്ത ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ഉത്തരം N പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ മായ മനുഷ്യർ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വോട്ടിംഗ് പ്രതിജ്ഞ പോർട്ടൽ തയ്യാറാക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വോട്ടിംഗ് പ്രതിജ്ഞ പോർട്ടൽ തയ്യാറാക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? ഉത്തരം കോട്ടയം. കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം മലമ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ കടലെടുക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ കടലെടുക്ക് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഉത്തരം കാസർഗോഡ്. ഇതിവിടെ ഫോണ്ടിന്റെ മിസ്റ്റേക്ക് കൊണ്ട് അറിയാതെ തമിഴ് കയറി വന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ അമോണിയ പ്രൊജക്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ അമോണിയ പ്രൊജക്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കാക്കിനഡ, ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ ആദ്യത്തെ AI അധിഷ്ഠിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ AI അധിഷ്ഠിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഉത്തരം നേമം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് വരുന്നത്? ഉത്തരം ഒറ്റപ്പാലം. താരിഖ് റഹ്മാൻ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായാണ് ചുമതലയേറ്റത്? താരിഖ് റഹ്മാൻ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായാണ് ചുമതലയേറ്റത്? ഉത്തരം ബംഗ്ലാദേശ്. രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ്
നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ചേവായൂർ, കോഴിക്കോട്. സംസ്ഥാനത്തെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? സംസ്ഥാനത്തെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഉത്തരം അമ്പൂരി കുമ്പിച്ചാൽ കടവ് പാലം. അമ്പൂരി കുമ്പിച്ചാൽ കടവ് പാലം. മണിപ്പൂരിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? മണിപ്പൂരിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം യൂനാം കെയ്ൻചൻ സിംഗ്. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ഔദ്യോഗിക സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയാണ്. ബാസിലസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയാണ് ഔദ്യോഗിക സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചത്. കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസായ കേരള സഫാരിയുടെ ഔദ്യോഗിക ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസായ കേരള സഫാരിയുടെ ഔദ്യോഗിക ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ഉത്തരം സഞ്ജു സാംസൺ. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസാണ് ഭാരത് ടാക്സി. അവസാന ചോദ്യം, 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരം ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. അപ്പോൾ നമ്മളിവിടെ 20 ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പരീക്ഷയ്ക്ക് വരാൻ ഷോർട്ടായിട്ട് വരാൻ സാധ്യതയുള്ള 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നാളെയും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരും. അതുപോലെ നിങ്ങൾക്ക് ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും PSCയുടെയോ SSCയുടെയോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളെ ഏത് രീതിയിലും സഹായിക്കാൻ ലൈഫ് ട്രാക്ക് മലയാളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ താങ്ക്